Hello, good morning, all of you. Today we can study the third module of our modern architecture, that is modern architectural concepts. Then, first of all, we can discuss about the arts and crafts movement. That's the period between 1860 to 1925. Arts and crafts movement evolved a result of the protest against industrialization and the mass production caused by it, which replaced man and his handicraft. നമുക്കറിയാം ഈ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ മനുഷ്യനിർമ്മിതമായിട്ടുള്ള സംഭവങ്ങളൊക്കെ പെട്ടെന്ന് ഒരു ഇതിൽ മെഷീൻസ് യൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് മനുഷ്യരായിട്ട് കൈത്തൊഴിലുകളൊക്കെ പെട്ടെന്ന് മെഷീൻസ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അന്നത്തെ ക്രാഫ്റ്റ്മാൻസിനൊന്നും ജോലി നഷ്ടപ്പെട്ട ഒരു സാഹചര്യങ്ങളൊക്കെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഒരു ഇതിന് പറയണത് ഈ ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടായ ശേഷം വലിയ തോതിലുള്ള പ്രൊഡക്ഷനൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയതുകൊണ്ട് പിന്നെ ഈ ഹാൻഡിക്രാഫ്റ്റ്സിനൊക്കെ വളരെ മോശമായിട്ട് ബാധിച്ചതിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. The English critic John Ruskin directed everybody's attention to the qualities of medieval architecture. അങ്ങനെയുള്ള ഒരു സമയത്താണ് ഇംഗ്ലീഷ് ക്രിറ്റിക്, അതായത് ഇംഗ്ലീഷ് നിരൂപകനായിട്ടുള്ള ഒരു ജോൺ റസ്കിൻ എന്ന് പറഞ്ഞ ആൾ എല്ലാവരുടെയും ശ്രദ്ധ ഈ മിഡീവൽ ആർക്കിടെക്ചറിലേക്ക് കൊണ്ടുവന്നത്. A whole generation of artists and designers was influenced by Ruskin. Among them was William Morris, who readily accepted Ruskin's request. ഈ ജോൺ റസ്കിൻ മുന്നോട്ട് വെച്ച ആശയത്തിനോട് ഒരുപാട് ആർട്ടിസ്റ്റും അതുപോലെ ഡിസൈനേഴ്സൊക്കെ അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് വന്നു. അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ആർട്ടിസ്റ്റാണ് വില്യം മോറിസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. ദ റെഡ് ഹൗസ് ബിൽഡ് ഫോർ വില്യം മോറിസ് നിയർ ലണ്ടൻ in 1859 is the starting point of the new style. Its architect was Philip Webb. നമ്മൾ നേരത്തെ പറഞ്ഞ വില്യം മോറിസിന് വേണ്ടിയിട്ട് ലണ്ടനിൽ 1859 നിർമ്മിച്ച റെഡ് ഹൗസാണ് ഇവർ മുന്നോട്ട് വെച്ച ആശയത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അതിൻ്റെ ആർക്കിടെക്റ്റ് ഫിലിപ്പ് വെബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആർക്കിടെക്റ്റ് ആയിരുന്നു. The character of arts and crafts interior was set by William Morris. In 1861, he founded Morris and Company, which produced furniture, carpets, wallpapers and textiles. Everything was made to the highest standard using traditional method and materials. ഈ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിലെ ഇൻറ്റീരിയറിൻ്റെ ഭാഗം സജ്ജീകരിച്ചിട്ടുള്ളത് വില്യം മോറിസ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നീട് 1861 വില്യം മോറിസ് കമ്പനി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി നിലവിൽ കൊണ്ടുവരുന്നുണ്ട്. അത് എന്തിനുള്ള കമ്പനിയായിരുന്നു എന്ന് വെച്ചാൽ ടു പ്രൊഡക്റ്റ്, അതായത് അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തൊക്കെയായിരുന്നു വെച്ചാൽ ഫർണിച്ചേഴ്സ്, കാർപ്പറ്റ്സ്, വാൾപേപ്പേഴ്സ്, ടെക്സ്റ്റൈൽസ് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ ട്രഡീഷണൽ മെത്തേഡ്സും ട്രഡീഷണൽ മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. Meanwhile, a new style similar to the arts and crafts style called the British Queen Anne style was developed by the Richard Norman Shaw, who was a contemporary of Philip Webb. അതായത് ഇവിടെ പറയുന്നത് വെച്ചാൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് സ്റ്റൈലില്ലേ, ആ സ്റ്റൈലിനെ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ളൊരു വേറൊരു സ്റ്റൈല് വന്നു. ആ സ്റ്റൈലിനെ വിളിച്ചിരുന്ന പേരാണ് ക്വീൻ ആൻ സ്റ്റൈൽ. ആ സ്റ്റൈൽ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് റിച്ചാർഡ് നോർമൻ ഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഈ നോർമൻ ഷോ ആരാണെന്ന് വെച്ചാൽ ഫിലിപ്പ് വെബിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരാളാണ്. ഷോ ബിൽഡ് മെനി ഹൗസസ്, അദ്ദേഹം ഒരുപാട് ഹൗസസ് നിർമ്മിച്ചിട്ടുണ്ട്. The style was characterized by tiled facades, overhanging eaves, and horizontal bands of leaded windows, etc. ഈ നോർമൻ ഷോ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ സ്റ്റൈലിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു നോക്കാം. അത് ടൈൽഡ് ഫേസേഡ് ആണ്. അതിൻ്റെ ഫേസേഡ് ടൈൽഡ് ആയിരിക്കും, ടൈൽ ചെയ്തിട്ടുള്ള മുൻവശം. പിന്നെ അതുപോലെ ഓവർഹാങ്ങിങ് ഈവ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, റൂഫിൻ്റെ ഫ്രണ്ടിലേക്കുള്ള ഭാഗം എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നത് ഓവർഹാങ്ങിങ് ആയിട്ടുള്ളത് കൊടുത്തത്. പിന്നെ ഹൊറിസോണ്ടൽ ബാൻഡ്സ് ഓഫ് ലീഡഡ് വിൻഡോസ് എന്ന് പറയുന്നുണ്ട്. ഹൊറിസോണ്ടൽ ബാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഫിഗർ കൊടുത്തിട്ടുണ്ട്, അതിൽ നോക്കുക. ലീഡഡ് വിൻഡോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ഗ്ലാസിൻ്റെ കള്ളികൾ ഉപയോഗിച്ചിട്ടുള്ള വിൻഡോസ്. From 1870s, arts and craft interiors were highly influenced by a similar movement called aesthetic movement. Like arts and crafts, beauty and craftsmanship were important in this aesthetic movement. ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് മൊമെൻറ്റിനെ പോലെ തന്നെ അതുപോലെ വന്നൊരു മൊമെൻ്റ് തന്നെയാണ് ഈ എസ്തെറ്റിക് മൊമെൻറ്റ്. അത് ഈ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് മൊമെൻറ്റിൻ്റെ ഇൻറ്റീരിയർ ഈ എസ്തെറ്റിക് മൊമെൻറ്റിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്.
ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് മൊമെൻറ്റിനെ പോലെ തന്നെ ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്, ഈ എസ്തെറ്റിക് മൊമെൻറ്റിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ബ്യൂട്ടിക്കും അതുപോലെ ക്രാഫ്റ്റ്മാൻഷിപ്പിനൊക്കെ തന്നെയാണ്. ദ നെക്സ്റ്റ് പോർഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ബിൽഡിങ്സ്. ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിൽ ആ മൊമെൻറ്റിൽ ഉണ്ടായ ബിൽഡിങ്സിൻ്റെ എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സിനെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. 10 പോയിൻറ്റ്സ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പോർച്ചസ്. Porches were an important feature of the arts and craft houses because the entrance symbolized the welcome of the house. ഈ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിൽ മൊമെൻറ്റിലുള്ള ഹൗസസിലൊക്കെ പോർച്ചസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പോർച്ചസ് സ്വാഭാവികമായിട്ടും നമ്മളെ വീടിൻ്റെ എൻട്രൻസിലാണല്ലോ ഉണ്ടാവുക. ഈ എൻട്രൻസ് വെൽക്കമിനെ സൂചിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് നല്ല ഇമ്പോർട്ടൻസ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് ഈസ് ഡോർസ്. ഏർലിയർ both the internal and external arts and crafts doors were often of plain plank construction inspired by English medieval forms. These were usually fitted with elaborate iron hinges and latch rather than a knob or handle. ആദ്യമൊക്കെ ഈ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിൽ ഇൻറ്റേർണൽ ആണെങ്കിലും എക്സ്റ്റേണൽ ആണെങ്കിലും ഡോറ് അധികം കൊടുത്തിരുന്നത് പ്ലെയിൻ പാൻ കൺസ്ട്രക്ഷനിലുള്ള ഡോർസ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഡോർസ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് അയൺ ഹിഞ്ചസും ലാച്ചസും മാത്രമേ ഉള്ളൂ. ഈ ഡോർസിൽ ഫിറ്റ് ചെയ്തിട്ടില്ല. അല്ലാതെ ഈ നോബ്സ് ഓർ ഹാൻഡിൽസ്, അതായത് ഈ പിടുത്തമൊന്നും ഇല്ലാതെ, ഹിഞ്ചസ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഡോറ് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഭാഗത്ത് തുറക്കാനും അടക്കാനും സഹായിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, കുറച്ച് സ്ക്രൂസൊക്കെ ഉള്ളത്, അതിനാണ് ഹിഞ്ചസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഹിഞ്ചസും ലാച്ചും മാത്രമുള്ളൊരു ഡോർസാണെന്ന് പറയുന്നത്. ലാച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറ്റിയിടുന്ന ആ ഒരു ആ താഴെ ഇടുന്ന ഭാഗം. Another type was the Georgian six-panel door. In the late 19th century in Britain, Voysey developed a peculiar form of door in which 3 elongated panels were set beneath a glazed panel. This became the standard American craftsman door of the early 20th century. Leaded and stained glasses were fashionable in both Britain and American doors. ജോർജിയൻ 6 പാനൽഡ് ഡോർ എന്ന് പറയുന്നത് വേറൊരു ടൈപ്പ് ഡോറാണ്. 19th സെഞ്ച്വറിയിൽ ബ്രിട്ടനിൽ വോയ്സേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഡെവലപ്പ് ചെയ്ത ഡോറാണത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഇലോങ്ങേറ്റഡ് പാനൽസ്, അതായത് 3 അത്യാവശ്യം നീളമുള്ള പാനൽസിൽ അതിൻ്റെ താഴെയായിട്ട് ഗ്ലേസ്ഡ് പാനൽസ് കൊടുത്തിട്ടുള്ളൊരു പെക്യുലർ ടൈപ്പ് ഓഫ് ഡോറാണിത്. ഇത് പിന്നീട് അമേരിക്കൻ ക്രാഫ്റ്റ്സ്മാൻ്റെ സ്റ്റാൻഡേർഡ് ഡോറായി മാറിയിട്ടുണ്ട് ഏകദേശം ഒരു 20th സെഞ്ച്വറിയിൽ. അമേരിക്കൻ ആയാലും ബ്രിട്ടൻ ആയാലും അവിടുത്തെ ഡോർസിൻ്റെ ഫാഷനബിൾ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു ലീഡഡ് ആൻഡ് സ്റ്റെയിൻഡ് ഗ്ലാസസ്. ലീഡഡ് ഗ്ലാസസും സ്റ്റെയിൻഡ് ഗ്ലാസസും. ക്വസ്റ്റൻ ഈസ് വിൻഡോസ്. In the early years of the arts and crafts movement, sash windows and wooden casement windows were in use. Early arts and crafts movementൽ സാഷ് വിൻഡോസ്, വുഡൻ കേസ്മെൻറ്റ് വിൻഡോസ്, ഈ 2 ടൈപ്പ് വിൻഡോസാണ് കൂടുതൽ യൂസ് ചെയ്തിരുന്നതെന്ന് പറയുന്നുണ്ട്. ഫിഗറിൽ നോക്കുക. സാഷ് വിൻഡോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഈ സ്ലൈഡ് ചെയ്യുന്ന ടൈപ്പ് വിൻഡോസിനെയാണ് പറയുന്നത്. വുഡൻ കേസ്മെൻറ്റ് വിൻഡോസ് എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള വിൻഡോസ്, വുഡും ഗ്ലാസും മാത്രം യൂസ് ചെയ്തിട്ടുള്ള വിൻഡോസ്. സാഷ് വിൻഡോസ് വർ യൂസ്ഡ് മോഡേൺ പ്ലേറ്റ് ഗ്ലാസസ്. സാഷ് വിൻഡോസിൽ മോഡേൺ പ്ലേറ്റ് ഗ്ലാസസ് ആണ് യൂസ് ചെയ്തിരുന്നതെന്ന് പറയുന്നു. Vernacular wooden casement windows were considered the best models with small panes of leaded glasses. അതാത് ഏരിയാസിലുള്ള വുഡൻ കേസ്മെൻറ്റ് വിൻഡോസ് ആണ് ഏറ്റവും നല്ല മോഡൽ വിൻഡോസ് എന്നാണ് എല്ലാവരും കണക്കാക്കിയിരുന്നത്. പിന്നെ വിത്ത് സ്മോൾ പെയിൻസ് ഓഫ് ലീഡഡ് ഗ്ലാസസ്. സ്മോൾ പെയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കള്ളികൾ. അപ്പോൾ ലീഡഡ് ഗ്ലാസിൻ്റെ ചെറിയ ചെറിയ കള്ളികളുള്ള വുഡൻ കേസ്മെൻറ്റ് വിൻഡോസ് ആർ ദ ബെസ്റ്റ് വിൻഡോസ് എന്ന് പറയുന്നുണ്ട്. However, with the coming of Queen Anne's Tale, the sash windows got a new status from 1870 onwards. Richard Norman Shaw used sash windows extensively. പിന്നീട് ഈ ക്വീൻ ആൻഡ് സ്റ്റൈലിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു മൊമെൻറ്റ് വന്നതിന് ശേഷം സാഷ് വിൻഡോസിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. റിച്ചാർഡ് നോർമൻ ഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസൈനർ എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്യാൻ തുടങ്ങി ഈ സാഷ് വിൻഡോസ്. അതായത് ചെയ്യുന്ന വർക്കുകളിലൊക്കെ കൂടുതലും സാഷ് വിൻഡോസ് യൂസ് ചെയ്യാൻ തുടങ്ങി. Arts and crafts, great importance was given to light and air, so they provided large windows. ഈ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് മൊമെൻറ്റിൽ ലൈറ്റിനും എയറിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാരണം ലാർജ് വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ബേ വിൻഡോസ് ആൻഡ് ഓറിയൽ വിൻഡോസ് വർ പോപ്പുലർ ഇൻ ബ്രിട്ടൻ. ബ്രിട്ടനിൽ പോപ്പുലർ ആയിട്ടുള്ള 2 വിൻഡോസിൻ്റെ പേരാണ് പറയുന്നത്, ബേ വിൻഡോസ് ആൻഡ് ഓറിയൽ വിൻഡോസ്. ഈ 2 വിൻഡോസും ഏകദേശം ഒരേ ടൈപ്പ് വിൻഡോസ് തന്നെയാണ്. പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു
ടൈപ്പ് വിൻഡോസ് ഉണ്ടല്ലോ, നമ്മളെ നാട്ടിലൊന്നും അധികം പൊതുവേ കാണാറില്ലാത്തൊരു ടൈപ്പാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ജനലിൻ്റെ ഏരിയ പുറത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ടിട്ട് നിൽക്കണ പോലെ. ചിലത് സർക്കിൾ ഷേപ്പായിരിക്കും, ചിലത് റൗണ്ട് ഷേപ്പായിരിക്കും, ചിലത് റെക്റ്റാങ്കുലർ ഷേപ്പായിരിക്കും, ചിലത് വേറെ ഏതെങ്കിലും പോളിഗണിൻ്റെ ഷേപ്പിലായിരിക്കും പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് വിൻഡോസിനെയാണ് ഇത് പറയണത്. ഈ എന്താ പറയുക, ബേ വിൻഡോസും അതുപോലെ ഓറിയൽ വിൻഡോസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ കാര്യമായിട്ട് അതിന് വ്യത്യാസമൊന്നുമില്ല. ബേ വിൻഡോസിൻ്റെ ഒരു കുറച്ചും കൂടി മോഡേൺ ആയ ഒരു ഭാഗമാണ് ഓറിയൽ വിൻഡോസ്, അത്രേ അതിൽ പറയാനുള്ളൂ. The aesthetic movement favored Islamic style arched windows and the use of stained glass. ഈ എസ്തെറ്റിക് മൊമെൻറ്റിൽ കൂടുതലായിട്ടും യൂസ് ചെയ്തിരുന്ന സംഭവം ഇസ്ലാമിക് സ്റ്റൈൽ ആർച്ച്ഡ് വിൻഡോസ് ആണ്, വിത്ത് സ്റ്റെയിൻഡ് ഗ്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്റ്റെയിൻഡ് ഗ്ലാസ് ഉള്ള ഇസ്ലാമിക് സ്റ്റൈൽഡ് ആർച്ച് വിൻഡോസ് ആണ് എസ്തെറ്റിക് മൊമെൻറ്റിൽ അധികം യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. ഇസ്ലാമിക് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നോർമലി ഇസ്ലാമിക് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എങ്ങനത്തെ ടൈപ്പ് വിൻഡോ ആണെന്നുള്ളത്. മോസ്കിൻ്റെ ഡിസൈനിലൊക്കെ കാണുന്ന പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചിരുന്നു പിൻ ഹിഞ്ച്ഡ് ടൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു ടൈപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇസ്ലാമിക് സ്റ്റൈൽ ആർച്ച്ഡ് വിൻഡോസ്. There was sometimes a shelf for flowers on the bottom of the window. ചില സമയങ്ങളിൽ വിൻഡോൻ്റെ താഴെ ഫ്ലവേഴ്സ് വെക്കാനുള്ള ഫ്ലവർ പോട്ടും മറ്റു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ഷെൽഫും കൂടി പ്രൊവൈഡ് ചെയ്യലുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. വിൻഡോ സീറ്റ്സ് വർ വെരി പോപ്പുലർ. വിൻഡോ സീറ്റ്സ് ഭയങ്കര പോപ്പുലർ ആണെന്ന് പറയുന്നുണ്ട്. വിൻഡോ സീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് വീടിൻ്റെ ഇൻറ്റീരിയർ ആയിട്ട് വരുന്നൊരു സംഭവമാണ്. നമ്മൾ ചെയ്യുന്ന സ്ട്രക്ചറിൻ്റെ ഇൻറ്റീരിയർ ആയിട്ട് വരുന്നൊരു സംഭവം. അതായത് വിൻഡോൻ്റെ ഉള്ളിൽ നമ്മളെ വിൻഡോയിലൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം കുറച്ചൊരു ഭാഗം ഉണ്ടാവും. ഒരു സീറ്റിങ്ങിനുള്ള ഭാഗമൊന്നുമില്ല, പക്ഷേ കുറച്ചൊരു സെൽഫ് പോലുള്ളൊരു ഭാഗം ഉണ്ടാവുമല്ലോ. ആ ഭാഗം കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു സീറ്റിംഗ് പോലെ ആക്കണതിന് ആണ് വിൻഡോ സീറ്റിംഗ് എന്ന് പറയുന്നത്. ഡോർമർ വിൻഡോസ് വർ ഓഫൺ യൂസ്ഡ് ഇൻ ഗ്രൂപ്പ്സ്. ഡോർമർ വിൻഡോസ് ഗ്രൂപ്പായിട്ട്, അതായത് ഒരുപാട് എണ്ണം തുടരെയായിട്ട് കൊടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഡോർമർ വിൻഡോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് അറിയോ, നമ്മൾ ഈ റൂഫിൻ്റെ മേലൊക്കെ കൊടുക്കുന്ന ടൈപ്പ് വിൻഡോസ് ഉണ്ടല്ലോ, റൂഫിൻ്റെ മേലേക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ടൈപ്പ് ഓഫ് റൂഫും കൂടി കൊടുത്തിട്ട് ഒരു പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈപ്പ് വിൻഡോ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. ആ ടൈപ്പ് വിൻഡോനെയാണ് നമ്മൾ ഡോർമർ വിൻഡോസ് എന്ന് പറയുന്നത്. ദെൻ കളേർഡ് ഗ്ലാസസ് വർ വൈഡ്ലി യൂസ്ഡ്. കളേർഡ് ഗ്ലാസസ് അത് നമുക്കറിയാം, പ്ലെയിൻ ഗ്ലാസ് അല്ലാതെ കളേർഡ് ഗ്ലാസസ് വൈഡ്ലി യൂസ് ചെയ്തിരുന്നു, ഒരുപാട് ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് യൂസ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ വിൻഡോസിൻ്റെ ഭാഗത്ത് നോക്കാം. നമ്മൾ പല ടൈപ്പ് വിൻഡോസിൻ്റെ പേരുകളും അതിൻ്റെ ഡിസൈൻ എങ്ങനെയെന്നുള്ളത് പഠിച്ചു. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് വാൾസ് ആണ്. വാൾസ് വർ ഡിവൈഡഡ് ഇൻ ടു 3. ദേ ആർ ഡാഡോ, ഫീൽഡ് ആൻഡ് ഫ്രീസ്. വാൾസിനെ മെയിനായിട്ടും 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഡാഡോ, ഫീൽഡ്, ഫ്രീസ് എന്നിവയാണ് 3 പേരുകൾ. ഇനി അത് എങ്ങനെയൊക്കെ ഉള്ളതാണെന്ന് നോക്കാം. ഈ ഡാഡോ വാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനത്തെ ടൈപ്പ് വാളിൻ്റെ ഏത് ഭാഗമാണെന്ന് വെച്ചാൽ നമ്മൾ പ്ലിന്തിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഏറ്റവും താഴെയുള്ള ഭാഗം, ആ ഒരു ഭാഗത്തായിട്ടാണ് ഈ എന്താ പറയുക ഡാഡോ ഡിസൈൻ പൊതുവേ കൊടുക്കാറുള്ളത്. പിന്നെ ഫീൽഡ് വാൾസ്. ഈ ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനത്തെ ടൈപ്പ് ഡിസൈനാണെന്ന് വെച്ചാൽ സ്റ്റോൺസും ബ്രിക്സൊക്കെ യൂസ് ചെയ്തിട്ട് റെക്റ്റാങ്കുലർ ഷേപ്സ് അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്സൊക്കെ കോർണറിൽ, വാൾസിൻ്റെ കോർണറിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു ഡിസൈനാണ് ഈ ഫീൽഡ് വാൾസ് എന്ന് പറയുന്നത്. ദെൻ ദ അതർ വൺ ഈസ് ഫ്രീസ് വാൾസ്. ഫ്രീസ് വാൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാളിൻ്റെ ഏതൊരു ഭാഗമായിട്ട് വരുന്നുണ്ടെങ്കിൽ പ്ലിന്ത് പറഞ്ഞല്ലോ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഏറ്റവും മേലത്തെ ഭാഗം എന്ന് പറയുമ്പോൾ പിക്ചർ റെയിലിൻ്റെ മേലെയായിട്ടും കോർണേഴ്സിൻ്റെ താഴെയായിട്ടും വരുന്ന ഭാഗം. കോർണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജസ്റ്റ് കോർണർ ഉണ്ടല്ലോ, മേലത്തെ റൂഫിൻ്റെയും വാളിൻ്റെയും കൂടിയുള്ള ആ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ആ ഭാഗത്തുനിന്ന് പിക്ചർ റെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി നമ്മളൊന്നും യൂസ് ചെയ്യാത്തൊരു സംഭവമാണ്. ഏകദേശം ഒരു നമ്മളെ ലിൻഡൽ ലെവലിൻ്റെ ആ ഒരു ഭാഗമായിട്ട് വരും. അതിൻ്റെ ആ ഒരു ഇടയിലുള്ള പൊസിഷനെയാണ് ഈ ഫ്രീസ് വാൾ എന്ന് പറയുന്നത്. ദ ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ ആർക്കിടെക്ട്സ് യൂസ്ഡ് ടോളർ ഡാഡോ വാൾസ്. ബ്രിട്ടീഷ് ആർക്കിടെക്ട്സും അതുപോലെ അമേരിക്കൻ ആർക്കിടെക്ട്സൊക്കെ ടോളർ ഡാഡോ വാൾസ് യൂസ് ചെയ്തിരുന്നു, അതായത് കുറച്ച് നീളത്തിൽ ഡാഡോ വാൾസ് യൂസ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ഫുൾ പാനലിംഗ് വാസ് ഓൾസോ യൂസ്ഡ് സംടൈംസ് ഇൻ ദ ഹാൾ ഓർ ഡൈനിങ്ങും അതുപോലെ ഡൈനിങ് ഏരിയയും അതുപോലെ ഹാളൊക്കെ ഉള്ള അങ്ങനത്തെ ടൈപ്പ് ഏരിയാസിലൊക്കെ ഫുള്ളായിട്ട് പാനലിംഗ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്.
പാനൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി ഓപ്പണിങ്സ് ലൈക്ക് വിൻഡോസ് പോലെയുള്ള ഓപ്പണിങ്സിനെയാണ് നമ്മൾ പാനൽസ് എന്ന് പറയുന്നത് കേട്ടോ. ഇത്ര തന്നെ ഉള്ളൂ വാൾസിൻ്റെ ഭാഗത്തിൽ പറയാനായിട്ട്. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സീലിങ്സ് ആണ്. വെർനാക്കുലർ ഡിസൈൻസ് ആൻഡ് മെറ്റീരിയൽസ് were used in the ceilings in arts and crafts. ഈ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് മൊമെൻറ്റിൽ മെയിനായിട്ട് സീലിങ്സിന് യൂസ് ചെയ്തിരുന്നത് വെർനാക്കുലർ ഡിസൈൻസ് ആൻഡ് മെറ്റീരിയൽസ് തന്നെയാണ്. അതായത് ആ സ്വദേശത്തുള്ള ഡിസൈൻസും ആ സ്വദേശത്തുള്ള മെറ്റീരിയൽസും തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. ഇൻ ദ ഏർലി ഫേസ് മെഡീവൽ ഫോംസ് were used, ഗ്രേറ്റ് ചാംഫേർഡ് ബീംസ്, ഡിസൈൻഡ് പ്ലാസ്റ്റർ സീലിങ്സ് എക്സെട്ര. കുറച്ച് മുമ്പൊക്കെ കാലത്ത് പഴയ ഡിസൈൻസൊക്കെ യൂസ് ചെയ്തിരുന്നത് അത് എങ്ങനത്തെ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റ് ചാംഫേർഡ് ബീംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബീമൊക്കെ വുഡൺ കൊടുത്തിരുന്ന കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ തന്നെ പുറത്തേക്ക് കാണുന്ന ടൈപ്പ് ബീമാവുമ്പോൾ അതിൻ്റെ ഒരു എസ്തെറ്റിക് അപ്പിയറൻസിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു കോർണർ അല്ലെങ്കിൽ ഒരു എഡ്ജ് സ്ലോപ്പ് രീതിയിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ബീമാണ് ഈ ചാംഫേർഡ് ബീം എന്ന് പറയുന്നത്. പിന്നെ ഈ പ്ലാസ്റ്റർ സീലിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ കാലത്തും പൊതുവെ കുറച്ചൊക്കെ ഒരു പഴയ ടൈപ്പ് വീടുകളിൽ കാണാൻ പറ്റും. ഒരു കുഞ്ഞു സംഭവങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് സീലിങ്സ് ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും. ലേറ്റർ സിംപ്ലിസിറ്റി ആൻഡ് യൂട്ടിലിറ്റി വർ ഗിവൺ ഇമ്പോർട്ടൻസ്. പിന്നീട് സിംപ്ലിസിറ്റിക്കും യൂട്ടിലിറ്റിക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസൈൻസൊക്കെ ഒരുപാട് ഹെവി ആയിട്ട് തോന്നുന്നതല്ലേ. അതിനുശേഷം പിന്നെ സിംപ്ലിസിറ്റിക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. വില്യം മോറിസ് വാൾപേപ്പേഴ്സ് were used for ceiling. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വില്യം മോറിസിനെ കുറിച്ച്. അദ്ദേഹത്തിൻ്റെ വാൾപേപ്പേഴ്സൊക്കെ പിന്നെ സീലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനൊക്കെ തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. ഇൻ ദ ഏർലി 20th century പ്രീഫാബ്രിക്കേറ്റഡ് പ്ലാസ്റ്റർ വർക്ക്സ് became പോപ്പുലർ. അതായത് 20th centuryയിൽ പ്രീഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള പ്ലാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതുപോലെ ഈ തേപ്പുമായി ബന്ധപ്പെട്ടതാണ് ഈ പ്ലാസ്റ്റർ വർക്ക് എന്ന് പറയുന്നത്. അതായത് പ്ലാസ്റ്റർ സീലിങ്ങിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ സീലിങ്ങിൽ കൊടുക്കുന്ന പ്ലാസ്റ്ററിങ് പോപ്പുലർ ആയിരുന്നു 20th century എന്ന് പറയുന്നുണ്ട്. The next one is floors. The arts and crafts houses in Britain and US used wooden and stones for flooring. ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് മൊമെൻറ്റിലൊക്കെ US-ലും ബ്രിട്ടനിലൊക്കെ ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് വുഡും സ്റ്റോണും യൂസ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ദ വുഡൻ ഫ്ലോർസ് were cut from the full width of tree trunks and were very strong and solid. ഈ വുഡൻ ഫ്ലോറിങ് കൊടുക്കുമ്പോൾ ട്രീസിൻ്റെയൊക്കെ ട്രങ്കിൻ്റെ ഫുൾ വിഡ്ത്ത് യൂസ് ചെയ്തിട്ടാണെന്ന് പറയുന്നത്. ട്രങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ തടി അത് യൂസ് ചെയ്തിട്ടാണെന്ന് പറയുന്നുണ്ട്. അത് ഭയങ്കര സോളിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല വെരി സ്ട്രോങ് ആയിട്ടുള്ള സംഭവമായിരുന്നു. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്ലോറിങ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. പ്ലാങ്കിങ് വാസ് ഓൾസോ യൂസ്ഡ്. പ്ലാങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പലക അടിച്ചിട്ട് ഉണ്ടാക്കൂലേ, ആ ഒരു സംഭവത്തിനാണ് പ്ലാങ്കിങ് എന്ന് പറയാം. ഓക്ക് ആൻഡ് മാപ്പിൾ വേർ ദ വുഡ് പ്രിഫേർഡ്. അതായത് ഈ ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന അല്ലെങ്കിൽ പ്രിഫർ ചെയ്തിരുന്ന വുഡുകൾ ഏതൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഓക്ക് ട്രീയുടേതും അതേപോലെ മാപ്പിൾ ട്രീയുടേതൊക്കെയാണ്. സ്റ്റോൺ ഫ്ലോറിംഗ് വാസ് പോപ്പുലർ ഇൻ ഹൗസസ് ആൻഡ് വാസ് യൂസ്ഡ് ഫോർ എൻട്രൻസ് ഹാൾസ് ഓർ ലിവിങ് ഹാൾസ്. അതായത് സ്റ്റോൺ ഫ്ലോർസും ചില വീടുകളിലൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിസൈനിങ് തന്നെയായിരുന്നു അല്ലെങ്കിൽ ഒരു ഫ്ലോറിങ് തന്നെയായിരുന്നു. അത് മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവുക എൻട്രൻസ് ഹാൾസിലും ലിവിങ് ഹാൾസിലൊക്കെയാണ്. Carpets were widely used. In Britain, carpets designed by William Morris and Christopher Dresser were used. കാർപ്പറ്റ്സും അതുപോലെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രിട്ടനിലൊക്കെ വില്യം മോറിസ് അതുപോലെ ക്രിസ്റ്റഫർ ഡ്രെസ്സറൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള കാർപ്പറ്റ്സ് ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഫയർ പ്ലേസസ്. The search for traditional values by the arts and crafts gave special importance to the fireplace. ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് മൊമെൻറ്റിൻ്റെ ട്രഡീഷണൽ വാല്യൂസിൽ നോക്കുകയാണെങ്കിൽ നല്ല ഇമ്പോർട്ടൻസ് ഉള്ളൊരു സംഭവമാണ് ഈ ഫയർ പ്ലേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഈ തീ കായുന്ന സ്ഥലം. സിമ്പിൾ ചിമ്നി പീസസ് ഓഫ് ദ 1880s ഹാവ് ഷെൽവിങ് ഫോർ ദ ഡിസ്പ്ലേ ഓഫ് ബ്ലൂ ആൻഡ് വൈറ്റ് ചൈന. അതായത് ഈ ഫയർ പ്ലേസിൻ്റെ ചിമ്നിക്കായിട്ട് ഷെൽവിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഷെൽവിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലമാര സമുച്ചയം പോലുള്ള സംഭവങ്ങൾ. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ചോദിച്ചാൽ ഡിസ്പ്ലേ ഓഫ് ദ ബ്ലൂ ആൻഡ് വൈറ്റ് ചൈന ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്ലൂ ആൻഡ് വൈറ്റ് ചൈന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബ്ലൂവിൻ്റെയും വൈറ്റിൻ്റെയും കോമ്പിനേഷനുള്ള ഒരു പ്ലേറ്റ്സ് അല്ലെങ്കിൽ വെസൽസ് ഒക്കെ ഉണ്ട്, ഒരു ടൈപ്പ് പാത്രങ്ങളൊക്കെ ഉണ്ട്, ഒരു ഡെക്കറേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കണം.
അത് ബ്ലൂ ആൻഡ് വൈറ്റ് കളറിൻ്റെ ഒരു കോമ്പിനേഷനുള്ളൊരു സംഭവമാണത്. Plain stone or brick chimneys and also elaborately designed and carved fireplaces were seen. അതായത് നോർമലി പ്ലെയിൻ സ്റ്റോൺ അല്ലെങ്കിൽ പ്ലെയിൻ ബ്രിക്സ് യൂസ് ചെയ്തിട്ട് ചിമ്നിയും ഉള്ള ഒരു സാധാരണ ഫയർ പ്ലേസസ് ഉണ്ട്. അതുപോലെ എലാബറേറ്റ്ലി ഡിസൈൻഡ്, ഭയങ്കര ഡിസൈൻഡ് ആയിട്ട് ഒരു റിച്ച് ലുക്കുള്ള ഫയർ പ്ലേസസും നമുക്ക് കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഇത്രയാണ് ഫയർ പ്ലേസസിൻ്റെ ഭാഗത്ത് പറയുന്നത്. നെക്സ്റ്റ് പോർഷൻ ഈസ് സ്റ്റെയർ കേസസ്. The staircases become a central feature of the entrance or living hall. സ്റ്റെയർ കേസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു സംഭവമാണ്. അത് ഒന്നുകിൽ എൻട്രൻസിൻ്റെ അല്ലെങ്കിൽ ലിവിങ് ഹാളിൻ്റെയൊക്കെ സെൻട്രൽ ഫീച്ചറാണെന്ന് പറയുന്നുണ്ട്. ഹാഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ വെൽക്കമിങ് ദി വിസിറ്റർ. അതായത് വിസിറ്റേഴ്സിനെ വെൽക്കം ചെയ്യാൻ, വിസിറ്റേഴ്സിനെ സ്വാഗതം ചെയ്യാൻ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് ഈ സ്റ്റെയർ കേസിന് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ സ്റ്റെയർ കേസസ് ഓഫ് 19th century were of solid wood painted or polished according to the quality of wood. അതായത് 19th centuryയിലുള്ള മോസ്റ്റ് ഓഫ് സ്റ്റെയർ കേസസും സോളിഡ് വുഡ് ആയിരുന്നു, കംപ്ലീറ്റ് വുഡൻ സ്ട്രക്ചർ ആയിരുന്നു. പെയിൻറ്റഡ് ഓർ പോളിഷ്ഡ്, അതായത് ചിലത് പെയിൻറ്റ് ചെയ്തതോ പോളിഷ് ചെയ്തതോ ആയിരിക്കും. അക്കോർഡിംഗ് ടു ദ ക്വാളിറ്റി ഓഫ് വുഡ്, വുഡിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് പെയിൻറ്റ് ചെയ്തതോ അല്ലെങ്കിൽ പോളിഷ് ചെയ്തതോ ആയിട്ടുള്ള സ്റ്റെയർ കേസസ്, വുഡൻ സ്റ്റെയർ കേസസ് ആയിരുന്നു 19th centuryയിൽ മോസ്റ്റ് ആയിട്ടും യൂസ് ചെയ്തിരുന്നതെന്ന് പറയുന്നുണ്ട്. ബാലസ്റ്റേഴ്സ് ആൻഡ് റിച്ച്ലി കാവ്ഡ് നെവൽ പോസ്റ്റ് വർ യൂസ്ഡ്. ബാലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെയർ കയറുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് വുഡൻ്റെ ഒരു സ്ട്രക്ചർ തന്നെയാണ്, ഒരു ചെറിയ തൂണുണ്ടാവും, അതിനെയാണ് ബാലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിച്ച്ലി കർവ്ഡ് നേവൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ സ്റ്റെയർ കേസിൻ്റെ ഹാൻഡിൽ തുടങ്ങുന്ന സ്ഥലത്തുള്ള ഒരു തൂണ് പോലുള്ള സംഭവമാണ്. അതിൽ റിച്ച്ലി കാർവ്ഡ് ആയിട്ടുള്ള നേവൽ പോസ്റ്റ് യൂസ് ചെയ്തിരുന്നു എന്ന്. വുഡൺ ആണല്ലോ, അപ്പോൾ കാർവ് ചെയ്തിട്ടുള്ള കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ളത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. In later arts and crafts houses, balusters were much simpler with square profiles. പിന്നീട് ലേറ്റർ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് മൊമെൻറ്റിലുള്ള ഹൗസസിലൊക്കെ ഈ ബാലസ്റ്റേഴ്സ് ഉണ്ടാക്കുമ്പോൾ സിമ്പിളായിട്ട്, അതായത് ഒരുപാട് റിച്ച് ആയിട്ട് ഫീൽ ചെയ്യിക്കാത്ത സിമ്പിളായിട്ടൊരു സ്ക്വയർ ഔട്ട്ഫിറ്റുള്ള സംഭവങ്ങളായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് പറയുന്നുണ്ട്. ബ്രിട്ടൻ റോട്ട് അയൺ വാസ് ഓൾസോ യൂസ്ഡ് ഫോർ സ്റ്റെയർ റൈലിംഗ്. ബ്രിട്ടനിലെ സ്റ്റെയർ കേസിൻ്റെ വർക്ക്സിന് റോട്ട് അയണും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Years, entire staircases were made of elegant ironwork. യേഴ്സിൽ പൊതുവെ സ്റ്റെയർ കേസസിൻ്റെ വർക്ക് എന്ന് പറയുന്നത് അയൺ വർക്കായിരുന്നു, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അയൺ വർക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത്രയാണ് സ്റ്റെയർ കേസിൻ്റെ ഭാഗത്ത് നോക്കാനുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് മെറ്റൽ വർക്ക്സ്. ഇൻ മെനി ആർക്കിടെക്ട് ഡിസൈൻഡ് ഹൗസസ് wrought iron, brass and sometimes bronze was used for making panels, grills, railings and gates etc. പൊതുവെ ആർക്കിടെക്ട്സ് ഡിസൈൻ ചെയ്ത ഓൾമോസ്റ്റ് ഹൗസസിലും റോട്ട് അയൺ, ബ്രാസ്, അതുപോലെ തന്നെ ബ്രോൺസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ പാനൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഗ്രിൽസ്, പിന്നെ റെയിലിങ്സ്, അതുപോലെ തന്നെ ഗേറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെറ്റൽസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ ഈസ് വുഡ് വർക്ക്. The refined and skillful use of woodwork is the most important principle of arts and crafts movement. നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള വുഡ് വർക്ക്സ് ഒക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ആയിരുന്നു എന്ന് പറയുന്നത്. ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് മൊമെൻറ്റിലെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സംഭവമായിരുന്നു ഈ റിഫൈൻഡ് ആൻഡ് സ്കിൽഫുൾ വുഡ് വർക്കിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദ ട്രഡീഷണൽ വുഡൻ ഫെൻസസ്, ഗേറ്റ്സ്, പോർച്ചസ്, ബാൽക്കണീസ് ആൻഡ് വരാന്താസ് വർ റിയലി ബ്യൂട്ടിഫുൾ. ഈ ട്രഡീഷണൽ വർക്ക്സായ വുഡൻ ഫെൻസസ് എന്ന് പറഞ്ഞാൽ വേലികൾ, അതുപോലെ കൊച്ചു മതിലുകളിലൊക്കെയാണ് പറയുക. പിന്നെ ഗേറ്റുകൾ, പോർച്ചുകൾ, ബാൽക്കണീസ്, പിന്നെ വരാന്തൻ്റെ വർക്കുകളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഫെൻസസ് ആൻഡ് ഗേറ്റ്സ് വർ ക്വൈറ്റ് ഇലോങ്ങേറ്റഡ്. ഇതിൽ ഈ ഫെൻസസിൻ്റെയും ഗേറ്റ്സിൻ്റെ ഒക്കെ വർക്കുകൾ എന്ന് പറയുന്നത് ഇലോങ്ങേറ്റഡ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്, അതായത് ഒരുപാട് നീളമുള്ളതായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഗേറ്റ്സ് ഇൻകോർപ്പറേറ്റഡ് പെർഗോളാസ് ഓർ ട്രെല്ലീസ്. ഈ ഗേറ്റിൻ്റെ ഡിസൈനിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന രണ്ട് സംഭവങ്ങളാണ് പെർഗോളാസും ട്രെല്ലീസും. അതിൽ പെർഗോളാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഓപ്പണിങ്സ്. പിന്നെ ട്രെല്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഴികളാണ് ട്രെല്ലീസ് എന്ന് പറയുന്നത്. ദ വർക്ക്സ് ഓഫ് പോർച്ചസ് ആൻഡ് വരാന്താസ് വർ യൂസ്ഡ് ടു എൻകറേജ് പീപ്പിൾ ടു സ്പെൻഡ് ടൈം ഔട്ട്. ആളുകൾ പുറത്ത് സമയം ചെലവഴിക്കുന്നതിനൊരു ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സംഭവമായിരുന്നു, അല്ലെങ്കിൽ അവരെ അതിന് വേണ്ടിയിട്ട് എൻകറേജ് ചെയ്തൊരു സംഭവമായിരുന്നു
വർക്ക്സ് ഓഫ് പോർഷസ് ആൻഡ് വരാന്താസിൻ്റെ പോർഷസിൻ്റെയൊക്കെ വർക്ക് അവരെ കൂടുതൽ പുറത്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തിൽ നോക്കാനുണ്ടായിരുന്നത്.